ക്ലൈമാക്സ് എത്തി കഴിയുന്നത് വരെ നമുക്ക് ചിരിക്കാനുള്ള എലമെൻറ്റ്സ് ഇങ്ങനെ സിറ്റുവേഷൻ കോമഡീസ് കുറേ ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പേര് ഭയങ്കരമായിട്ട് നമുക്ക് ഓർമ്മയിലിരിക്കും. എനിക്ക് അളിയനെ ഭയങ്കര ഇഷ്ടമായി, സതീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇഷ്ടമായി, രവി അണ്ണൻ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ്, ലോചന, നമ്മൾ കാണാത്ത ഒരു ഫോട്ടോയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരാളെ പോലത്തെ പേര് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം. പിന്നെ ടോട്ടൽ മൂവിയിൽ രാജ് സർ ചെയ്ത ക്യാരക്ടർ ഒരു രക്ഷയില്ല, ഭയങ്കര കിടിലനായിരുന്നു. ആൾ വരുന്ന എല്ലാ പോയിന്റിലും നമുക്ക് ചിരിക്കാനുണ്ടായിരുന്നു. ഓൾ ടുഗദർ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ആ സിനിമയുടെ കഥ മൊത്തം, ഇപ്പം ഞാൻ ആ സിനിമയുടെ കഥ നിങ്ങൾക്ക് മൊത്തം പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് ധൈര്യമായിരിക്കില്ല ആ സിനിമ കാണാൻ. കാരണം ഒരാൾ പറഞ്ഞതുകൊണ്ടോ കഥ മനസ്സിലായതുകൊണ്ടോ നമുക്ക് ആ സിനിമ കണ്ടാൽ ചിരി വരാതിരിക്കില്ല. കഥ അറിയാം, അതുകൊണ്ട് അടുത്ത എന്താണെന്ന് അറിയാമെന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റി പോവില്ല. അങ്ങനെ ഓൾ ടുഗദർ നമുക്ക് ഏത് കാറ്റഗറിയിലുള്ള ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഭയങ്കര റിലാക്സ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് ചിരിക്കാൻ ഉറപ്പിച്ച് വന്ന് കാണാറുണ്ടായിരുന്നു. സിനിമ കണ്ടപ്പോൾ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് ആക്ച്വലി ഒരു കന്നഡ മൂവിയാണെന്ന് തോന്നുകയില്ല, മലയാളം സിനിമ പോലെ തന്നെ ഉണ്ടായിരുന്നു. ക്യാരക്ടേഴ്സ് വന്ന ഓരോ ആളുകളും ഒരു ഷോട്ടിൽ വന്ന ആളുകളാണെങ്കിൽ അവരൊക്കെ നമ്മൾ ഓർത്തിരിക്കും. കാരണം ത്രൂ ഔട്ട് എൻ്റർടൈനറാണ്. ഒരുപാട് നാളായി പടം മുഴുവനായിട്ടിരുന്ന് കുറേ ചിരിച്ചിട്ടുണ്ട്. അത്രയും ചിരിക്കാനുള്ള ഒരു കണ്ടൻറ്റുള്ള മൂവിയാണ്. ചെറിയൊരു പടമാണ്, പക്ഷേ ഇതിനകത്തുള്ളൊരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ ഒരു ജെമ്മ തന്നെയാണ്. അത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ വലിയൊരു ചർച്ച തന്നെയാവും ഈ മൂവി. അതിനുള്ളതുണ്ട്. ഒത്തിരി സന്തോഷം ഈ മൂവി കാണാൻ പറ്റിയത്. ഇപ്പം തന്നെ ഞാൻ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കൂടി കാണാനുള്ള ടിക്കറ്റ് ഇപ്പം തന്നെ എടുക്കുകയാണ്. അത്രയും നല്ല മൂവിയാണ്. എല്ലാവരും മൂവി കണ്ട് നമ്മുടെ കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ്. എല്ലാവരും വായിച്ച മൂവിയാണ്. നമ്മൾ ആ മൂവിയിലെ ഒരു പാർട്ടായി ആ ഗ്രാമത്തിലെ ഒരാളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അറിയപ്പെടുന്ന നടനായിട്ട് ഇപ്പോൾ രാജ്മീർ ഷെട്ടി മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം നമുക്ക് അറിയപ്പെടുന്നത് അപ്പം അത് ഫീൽ ചെയ്തോ കാണുമ്പം? ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഒരു ബിഗ്നേഴ്സ് ഫസ്റ്റ് അവരുടെ ഫസ്റ്റ് മൂവിയാണെന്നുള്ളത് നമ്മളിപ്പോൾ അത് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. കന്നഡയിൽ ഓൾറെഡി വളരെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ പോലെ തന്നെയാണ് ആ മൂവിയിലുണ്ടായിരുന്നത്. വളരെ നാച്ചുറൽ ആക്ടിങ്, വളരെ നല്ല രീതിയിലുള്ള ഡെലിവറി ആയിരുന്നു. നമ്മുടെ പഴയ മലയാള പടങ്ങളിൽ ഏത് പടത്തോട് നമുക്ക് ഒരു സാമ്യം പറയാം? ഫുൾ ടൈം കോമഡി മലയാളം മൂവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഞ്ചാബി ഹൗസ് ആ ലെവലിലേക്കൊക്കെ പോയോ? ഏതാണ് പഞ്ചാബി ഹൗസ് ആ ലെവലിലേക്കൊക്കെ പോയോ? പഞ്ചാബി ഹൗസ് നമ്മുടെ ഓൾഡ് ലെജൻസിൻ്റെ മൂവിയാണ്. ഞാൻ അതിനൊന്നും വെച്ചല്ല കമ്പയർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് വെച്ച് നമ്മൾ റിലീസാവുന്ന മൂവീസ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് റിലീസായിട്ടുള്ള കുറച്ച് മൂവീസിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചിരിക്കാനും ഒത്തിരി നമ്മളവിടെ പിടിച്ചിരുത്താനുള്ള എലമെൻറ്റ് ഈ മൂവിയുണ്ട്. താങ്ക് യു. പടത്തിൽ ആ ഗ്രാമത്തിലൊക്കെ ഇന്നാവും. എനിക്കൊന്ന് വേഫെയർ പ്രൊഡക്ഷനോട് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു താങ്ക്സ് ഉണ്ട്. കാരണം ഈ ഒരു പടം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചതിൽ ഭയങ്കര കിട്ടിലും പടമാണ്. കുറേയധികം ചിരിക്കാനുള്ള ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ പടം, പക്ഷെ എന്നാൽ കോമഡിയും കുറേയധികം ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു കിടിലം പടം. ഈ ഒരു തിയേറ്ററിലൊരു മസ്റ്റ് വാച്ച് ആണ്. നമ്മൾ രോമാഞ്ചൊക്കെ എൻജോയ് ചെയ്ത പോലെ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പടം. നമ്മുടെ പഴയകാല കോമഡി ചിത്രങ്ങളിൽ ഏത് ചിത്രത്തോട് ഉപമിക്കാം? എനിക്കൊന്ന് കമൽ സാറിൻ്റെ ഒക്കെ പണ്ടത്തെ കുറേ, അതായത് കമൽ സാറിൻ്റെ സത്യനന്ദിക സാറിൻ്റെ ഒക്കെ ഒരു ഗ്രാമത്തിനെ ബേസ് ചെയ്തിട്ട് കഥ പറയുന്ന കുറേയധികം സിനിമകളുണ്ടല്ലോ. നമ്മൾ അങ്ങനത്തെ പടങ്ങൾ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ളൊരു ഇതിലും പടം എനിക്കൊന്ന് മലയാളം പടം എന്ന് തന്നെ പറയാം. വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു കാറ്റഗറിയിലേക്ക് പെടുത്താവോ? അങ്ങനെയും പെടുത്താം. കാരണം എന്താ വെച്ചാൽ മാംഗ്ലൂരിൻ്റെ ഇത് എനിക്കൊന്ന് കേരളമായിട്ട് നമ്മൾ മാംഗ്ലൂർ എന്ന് പറയുന്നത് ഇപ്പോഴും കേരളത്തിലാണെന്നുള്ളൊരു ഫീല് നമുക്കുണ്ടല്ലോ. കുറേ മലയാള ഡബ്ഡ് പടമെന്ന് നമുക്ക് തോന്നില്ല. ഭയങ്കര രസമുള്ളൊരു കോമഡി പടം, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം. കുറെ നാളുകൾക്ക് ശേഷം എൻ്റെ ഒരു ചെറിയ പേരാണെങ്കിലും ഒരു വലിയൊരു സിനിമ. എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ പ്രേക്ഷകൻ എന്ന നിലയിൽ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്ക് ഇടയിൽ ഞാൻ ഒരുപാട് ആഴ്ചകളിൽ സിനിമ കാണുന്ന ഒരാളാണ്, വ്യക്തിയാണ്. പക്ഷെ ഇത്രയും ഒരു 5 മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല. ചിരിച്ച് ഉപ്പാടിളകി എന്ന് പറയുന്നത് അതാണ് ഈ സിനിമയുടെ വിജയം. നമ്മളറിയാത്ത